നമശിവായ. കഴിഞ്ഞ ആഴ്ച വെക്കേഷന് മുന്നേ നമ്മൾ പഠിച്ച ലെസൺ ഗൂദഡ് സായി എന്നുള്ള ലെസണാണ് അല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ ഗൂദഡ് സായി ലെസൺ 7. അപ്പോൾ ഒരു സായി സെയിൻറ്റ് സന്യാസിയുടെ കഥയാണ് ഗൂദഡ് സായി. അദ്ദേഹം നമ്മുടെ കഥ നടക്കുന്ന മോഹൻ എന്നുള്ള ചെറിയ കുട്ടി അല്ലേ, അവൻ താമസിക്കുന്ന അവൻ്റെ വീടിൻ്റെ അടുത്തായിട്ടുള്ള തെരുവിൽ അദ്ദേഹം വരുമായിരുന്നു. അങ്ങനെ മോഹനുമായി സായി പരിചിതനാവുകയും മോഹനൻ എല്ലാ ദിവസവും അവൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും സായിക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യായിരുന്നു. അങ്ങനെ പക്ഷേ മോഹനൻ്റെ അച്ഛൻ സായിയെ അദ്ദേഹം ഒരു ഡോങ്കി അല്ലെങ്കിൽ ഒരു അത്യാചാരിയായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സായിയുമായുള്ള മോഹൻ്റെ കൂട്ടുകെട്ട് ഇഷ്ടപ്പെട്ടിരുന്നില്ല അല്ലേ. അതുകൊണ്ട് തന്നെ അയാൾ സായിയോട് ദേഷ്യപ്പെടുമായിരുന്നു. അദ്ദേഹം പാശ്ചാത്യ ശിക്ഷയും സഭ്യതയിലും ഒക്കെ വളർന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ മകനെ സാധാരണക്കാരുടെ ഒപ്പം സംസാരിക്കാനോ കളിക്കാനോ ഒന്നും സമ്മതിക്കാറില്ല. അങ്ങനെ മോഹൻ്റെ അച്ഛനെ പേടിച്ച് സായി ആ പ്രദേശത്ത് കുറച്ച് ദിവസത്തേക്ക് വരാതായി. പക്ഷേ പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം പെട്ടെന്ന് സായി ആ ഗ്രാമത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ മോഹൻ പഠിക്കാൻ വേണ്ടി തിരിച്ചു വരുന്ന സമയത്താണ് സായിയെ അവിടെ ടൗണിൽ കണ്ടുമുട്ടുന്നത് അല്ലേ, ചൗരാഹ എന്ന് പറഞ്ഞാൽ നാൽക്കവലയിൽ കണ്ടുമുട്ടുന്നത്. അപ്പോൾ സായിയുടെ പ്രത്യേകത എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കീറിയ ടോൺ മാട്രസ് അല്ലേ, വിരിപ്പിൻ്റെ ഒരു ഭാണ്ഡക്കെട്ട് അദ്ദേഹം വെക്കുമായിരുന്നു. എന്തിനാണ് അത് വെക്കുന്നത്? വെറുതെ കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി അല്ലേ. അപ്പോൾ ആ കുട്ടികളോടുള്ള മമതയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ആ ഭാണ്ഡക്കെട്ടും എടുത്ത് അതിൻ്റെ മേലെ ഇരിക്കുമായിരുന്നു അല്ലേ. അപ്പോൾ സായിയെ കണ്ടതും രണ്ടാമത് സായി വന്നത് കണ്ടപ്പോൾ മോഹന് ആശ്ചര്യം ഉണ്ടായി. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് തും ആജ്കൽ ആത്തേ നഹി അല്ലേ, എന്തുകൊണ്ടാ ക്യോ നഹി ആത്തേ ചോദിക്കുന്നത്, ഈയിടെയായിട്ട് നിങ്ങളെ കാണാറേ ഇല്ലല്ലോ. അപ്പോൾ സായി പറയാണ്, തുമാരേ ബാബ ബിഗിടത്തേ ഹേ, നിൻ്റെ അച്ഛൻ ദേഷ്യപ്പിടിക്കും, അതുകൊണ്ടാണ് വരാത്തത്. അപ്പോൾ ചിലപ്പോഴെങ്കിലും വന്ന് തുമാക്കർ റോട്ടിയിലേ ജായാ കരോ എന്ന് സായിയോട് പറയാണ്, എപ്പോഴെങ്കിലും വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിപ്പോയിക്കൂടെ എന്ന്. ഭൂക്ക് നഹി ലഗ്തി. ഇപ്പോൾ സായി പറഞ്ഞു, എനിക്ക് വിശപ്പൊന്നുമില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ തെരുവിലുള്ള മറ്റൊരു കുട്ടി വന്ന് സായിയുടെ ഗൂദഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ടോൺ മാട്രസിൻ്റെ ഭാണ്ഡക്കെട്ട് തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് അദ്ദേഹം അത് തിരിച്ചെടുക്കാനായി അവൻ്റെ പിന്നാലെ ഓടുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സായി കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഭാണ്ഡക്കെട്ടും എടുത്ത് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഓട്ടവും ഈ ഗൂദഡ് എടുത്തിട്ട് മറ്റൊരു ലടുക്ക അല്ലേ, മറ്റൊരു ആൺകുട്ടി ഓടുന്നതും ഒക്കെ കണ്ടുകൊണ്ടാണ് മോഹനൻ്റെ അച്ഛൻ എതിർ വശത്ത് നിന്നും വരുന്നത്. ഇത് കണ്ടതും അയാൾ എന്ത് ചെയ്തു, ഈ കുട്ടിയെ അവിടെ പിടിച്ചു വെച്ചു അല്ലേ. അപ്പോൾ അവനെ അടിക്കാൻ നോക്കുമ്പോഴേക്കും ഈ കുട്ടിയുടെ പിന്നാലെ ഓടിയ സായി കല്ലിൽ തട്ടി താഴെ വീണ് അയാളുടെ നെറ്റിയിൽ നിന്നും ചോര വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടതും മോഹൻ്റെ പിതാവ് ആ ഓടിയ കുട്ടിയെ അവിടെ പിടിച്ചു വെച്ച് അടിക്കാൻ തുടങ്ങിയപ്പോൾ സായി ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ മുറിവൊന്നും കണക്കിലാക്കാതെ ഓടി വന്ന് മത് മാരോ ബച്ചോങ്കോ കഹി ചോട്ട് ലഗ് ജായേഗി അല്ലേ, അടിക്കരുത് കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമെന്നും പറഞ്ഞ് പിടിച്ചു വെക്കുകയാണ്. സായി ഉസ് ലടുക്കേക്കോ ചുടാനേലക, അദ്ദേഹത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് സായി. മോഹൻ കെ പിതാനെ സായി സെ കഹ. അപ്പോൾ മോഹൻ്റെ അച്ഛൻ പറയാണ്, ഫിർ തും ഉസ് ചിഥടേക്കെ പീച്ചെ ദൗഡത്തെ ക്യോ ഥേ, പിന്നെ നിങ്ങൾ എന്തിനാ ചിഥട എന്ന് പറഞ്ഞാൽ ഫട്ടേ പുരാനെ കപ്പടെ ടോൺ ക്ലോത്ത്സ് ആണ് അല്ലേ, അതിൻ്റെ പിന്നാലെ നിങ്ങൾ എന്തിനാ ഓടിയെന്നും പറഞ്ഞ് ദേഷ്യത്തിൽ സായിയോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് മക്കൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. ഇനി നമുക്കതിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാം. सिर्फ हटने पर भी जिस साई का रोना नहीं छूटा था वही साई लड़के को रोते देखकर रोने लगा.
उसने मोहन के पिता से कहा, मेरे पास दूसरी कौन वस्तु है जिसे जिसे देखकर इन രാമസ്വരൂപ് ഭഗവാൻ को പ്രസന്ന करता. എന്താ അദ്ദേഹം പറഞ്ഞത്? സിർ ഫട്ടിനെ പർ ഭി, തല പൊട്ടി ചോര ഒഴുകുന്നുണ്ട്, എന്നിട്ടും സിർ ഫട്ടിനെ പർ ഭി ജിസ് സായി കാ റോന നഹി ഛൂട്ടാത്ത, ഏതൊരു സായിയുടെ കണ്ണിൽ നിന്നാണോ കരച്ചിൽ വരാതിരുന്നത്, അല്ലെങ്കിൽ ഏതൊരു സായിയാണോ തല പൊട്ടിയിട്ടും കരയാതിരുന്നത്, ആ സായി വഹി സായി ലഡ്കെ കോ റോത്തെ ദേഖ് കർ റോനെ ലഗാ, ആ ബോയ് കരയുന്നത് കണ്ടപ്പോൾ അയാളും കരയാൻ തുടങ്ങി. ഉസ്നെ മോഹൻ കെ പിതാസെ കഹ, എന്നിട്ട് ആ കുട്ടിയെ പിടിച്ചു വെച്ച മോഹൻ്റെ അച്ഛനോട് അദ്ദേഹം പറയുകയാണ്, മേരെ പാസ് ദൂസരി കോൻ വസ്തു ഹേ, നിങ്ങൾ എന്തിനാ പിന്നെ ഇതിൻ്റെ പിന്നാലെ ഓടിയതെന്ന് ചോദിച്ചതിൻ്റെ ആൻസറാണ് പറയുന്നത്. മേരെ പാസ് ദൂസരി കോൻ വസ്തു ഹേ, എൻ്റെ കയ്യിൽ വേറെ എന്ത് വസ്തുവാണുള്ളത്? ജിസേ ദേക്കർ ഇൻ രാമസ്വരൂപ് ഭഗവാൻ കോ പ്രസന്ന കർത്ത, ഈ രാമസ്വരൂപനായ ശ്രീരാമചന്ദ്രനെപ്പോലെ, അല്ലേ, ശ്രീരാമനെപ്പോലെ അഥവാ ഭഗവാനെപ്പോലെ, ഭഗവാന്റെ സ്വരൂപമായ ഈ കുട്ടിക്ക് ഞാൻ വേറെ എന്ത് നൽകിയാണ് അവനെ സന്തോഷിപ്പിക്കുക? പ്രസന്ന കർണ, ടു മേക്ക് ഹിം ഹാപ്പി, അല്ലേ, അവനെ സന്തോഷിപ്പിക്കാൻ എൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ജസ്റ്റ് അവനെ കളിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അത് കൊണ്ടുവന്നത് എന്നാണ് സായി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സായി പറയാണ്, ഈ പാവപ്പെട്ട എൻ്റെ കയ്യിൽ ഈ കുട്ടികളെ രാമസ്വരൂപനായ അല്ലെങ്കിൽ ഭഗവാന്റെ അതേ രൂപമായ ഈ കുഞ്ഞുങ്ങളെ കളിപ്പിക്കാൻ എൻ്റെ കയ്യിൽ വേറെ എന്ത് വസ്തുവാണുള്ളത് എന്ന് മോഹൻ്റെ അച്ഛനോട് സായി തിരിച്ചു ചോദിക്കുകയാണ്. तो क्या तुम इसलिए गूदड़ रखते हो? ഓഹോ, അപ്പോൾ നീ ഇതിന് വേണ്ടിയാണോ ഈ ടോൺ മാട്രസൊക്കെ എടുത്ത് നടക്കുന്നത്, ടോൺ ക്ലോത്ത്സൊക്കെ എടുത്ത് നടക്കുന്നത് എന്നാണ് സായിയുടെ അച്ഛൻ ചോദിക്കുന്നത്. നിങ്ങൾ ഇതിന് വേണ്ടിയാണോ ഈ ഗുദടും എടുത്ത് നടക്കുന്നത്? इस चितड़े को लेकर भागते हैं भगवान और मैं उनसे लड़कर छीन लेता हूँ, रखता हूँ, फिर उन्हीं से छिनवाने के लिए, उनके मनोविनोद के लिए सोने का खिलौना तो अचके भी छीनते हैं, पर चितड़ों पर भगवान ही दया करते हैं. उचके भी छीनते हैं, पर चितड़ों पर भगवान ही दया करते हैं. इतना कहकर बालक का मुँह पोंछते हुए मित्र के समान गलबाही डालते हुए साई चला गया. അപ്പോൾ സായി പറയാണ്, इस चितड़े को लेकर भागते हैं ഭഗവാൻ और मैं उनसे लड़कर छीन लेता हूँ. സായിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ എന്ന് പറയുന്നത് ഭഗവാനാണ്. അപ്പോൾ അദ്ദേഹം കുട്ടികളെ ഈശ്വരനായിട്ടാണ് കണ്ടിരിക്കുന്നത്. സായി പറയാണ്, ഇസ് ചിത്തടേക്കോ ലേക്കർ, ഈ ടോൺ ക്ലോത്ത്സ്, അല്ലേ, ഇവയും കൊണ്ട് ഓടുന്ന, ഭാഗത്തെ ഹേ, ചിത്തടേക്കോ ലേക്കർ ഭാഗത്തെ ഹേ ഭഗവാൻ, കുട്ടിയല്ല എൻ്റെ കൂടെ കളിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ്, അല്ലേ, എൻ്റെ ഈ ടോൺ ക്ലോത്ത്സ് തട്ടിപ്പറിച്ചു കൊണ്ടുപോയി എന്നെ ഓടിക്കുന്നത് ഭഗവാനാണ്. और उनसे लड़कर छीन लेता हूँ, मैं उनसे लड़कर छीन लेता, ഞാൻ ആ ഭഗവാനോടാണ് അടിപിടി കൂടിയിട്ട് അത് വീണ്ടും തിരിച്ച് തട്ടിപ്പറിക്കുന്നത്. രക്താഹും ഫിർ ഇനീസെ ചിൻവാനേക്കല്, വീണ്ടും എൻ്റെ കയ്യിൽ ഞാൻ ഇതെന്തിനാണ് വെക്കുന്നതെന്നറിയോ? വീണ്ടും അവർ എൻ്റെ കയ്യിൽ നിന്ന് ഇത് തട്ടിപ്പറിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയാണ്, അല്ലേ. ചിൻവാന എന്ന് പറഞ്ഞാൽ തട്ടിപ്പറിക്കുക എന്ന് പറയാം, ടു ടേക്ക് ഔട്ട് എന്ന് പറയും. ഉൻകെ മനോവിനോദ് കേലിയെ, അവരുടെ മനോവിനോദ് എന്ന് പറഞ്ഞാൽ എന്താ? മാനസിക ഉല്ലാസം, അല്ലേ, എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയും. മനോവിനോദ്, എൻ്റർടൈൻമെൻറ്റ്, കുട്ടികളുടെ കേവലം ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത്. സോനേക്ക ഖിലൗനാത്തോ ഉച്കെ ഭീ ചീൻതേ ഹേ, എന്ന് വെച്ചാൽ എന്താ, സ്വർണത്തിൻ്റെ ഖിലൗനയൊന്നും എൻ്റെ കയ്യിലില്ലല്ലോ, അല്ലേ, അവരെ കളിപ്പിക്കാൻ. पर चितड़ों पर भगवान ही दया करते हैं, പക്ഷേ ഈ ചിത്തട, ഈ ടോൺ മാട്രസിൽ എന്താണ്, ഭഗവാൻ എന്നോട് ദയ കാണിക്കും, അദ്ദേഹത്തിന് ദയുണ്ടാവും. इतना कहकर बालक का मुँह पोंछते हुए मित्र के समान गलबाही डालते हुए साई चला गया. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ കുഞ്ഞിൻ്റെ കണ്ണ് തുടച്ചു കൊടുത്തു. മോഹനൻ്റെ അച്ഛൻ
പിടിച്ചു വെച്ച് അടി കൊടുത്ത ആ കുട്ടിയുടെ കണ്ണുനീര് സായി തുടച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു സുഹൃത്തിനെ പോലെ മിത്ര കെ സമാൻ, ലൈക്ക് എ ഫ്രണ്ട്, മിത്ര കെ സമാൻ ഗൽബാഹി ഡാൽത്തെ ഹുയെ, ഗൽബാഹി ഡാൽന മീൻസ് ഉസ്കെ ഗലേ മേ ബാഹേ രഖ്ന, ഹഗ്ഗിങ് എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ തോളിലൂടെ കൈയിട്ട്, ആ കുട്ടിയുടെ തോളിലൂടെ കൈയിട്ട് അവനെ ചേർത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ടേക്ക് നടന്നു. മോഹൻ കെ പിത ആശ്ചര്യസേ ഉനെ ദേഖ്തേ രഹ്ഗേ, ഇത് കണ്ടതും മോഹനൻ്റെ അച്ഛൻ ആശ്ചര്യപ്പെട്ടു പോയി. കാരണം അദ്ദേഹത്തിന് ഇങ്ങനെയൊരു സൗഹൃദം അദ്ദേഹത്തിന് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരുന്നു. വഹ് ബോലെ, എന്നിട്ട് അദ്ദേഹം പറയാണ്, ഗൂദഡ് സായി തും നിരേ ഗൂദഡ് നഹി ഗൂദടി കെ ലാൽ ഹോ തും ധന്യ ഹോ. അപ്പോഴാണ് അദ്ദേഹത്തിന് ബന്ധങ്ങളുടെ വില മനസ്സിലായത്, അല്ലേ, സായിയുടെ വില മനസ്സിലായത്. അപ്പം അദ്ദേഹം പറയാണ്, ഗൂദഡ് സായി, അല്ലയോ ഗൂദഡ് സായി, ഈ ഫട്ടേ പുറാനെ കപ്പടെ, അല്ലേ, ടോൺ ക്ലോത്ത്സ് ഇങ്ങനെ സൂക്ഷിക്കുന്ന സായി, തും നിരേ ഗൂദഡ് നഹി, നിങ്ങൾ വെറും എന്താണ് ഈ പുരാനെ കപ്പടെ ക ഭണ്ഡാർ, അല്ലേ, അതല്ല, പിന്നെയോ ഗൂദടി കെ ലാൽ ഹോ. ഗൂദടി കെ ലാൽ എന്ന് പറഞ്ഞാൽ ഊപ്പർ സേ സാധാരൺ കിന്തു മൂല്യവാൻ, സിമ്പിൾ ബട്ട് പ്രഷ്യസ്, അല്ലേ, കാണാൻ വളരെ സിമ്പിളാണ്, പക്ഷേ ഭയങ്കര പ്രഷ്യസാണ്. അത്രയും വില പിടിച്ച ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങൾ എന്ന് മോഹനൻ്റെ അച്ഛൻ തിരുത്തി പറയുകയാണ്. തും ധന്യ ഹോ, നിങ്ങൾ ധന്യനാണ്, ബ്ലസ്ഡ് ആണ്, കാരണം ഈശ്വരൻ നിങ്ങളോടൊപ്പമാണ്. അപ്പോൾ ഇപ്പോഴാണ് മോഹനൻ്റെ അച്ഛന് മനസ്സിലായത്, സായി ഒരു സാധാരണക്കാരനല്ല, അദ്ദേഹം കുട്ടികളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു നല്ല മനുഷ്യനാണ് എന്ന് മോഹനൻ്റെ പിതാവിന് ഇപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അദ്ദേഹം അയാളോട് ഇപ്രകാരം പറയാണ്, തും ധന്യ ഹോ, യു ആർ ബ്ലെസ്ഡ്, അല്ലേ, നിങ്ങൾ ഈശ്വരനാൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് ഈ കഥയിലൂടെ മക്കൾക്ക് മനസ്സിലാവുന്നത്. എന്താണ് ഇതിൻ്റെ സന്ദേശം? കുട്ടികളോട്, അല്ലേ, അപ്പോൾ സായി എങ്ങനെയാണ് കുട്ടികളോട് പെരുമാറിയത്? കുട്ടികളെ ഈശ്വരനെപ്പോലെ കണ്ടുകൊണ്ട്, അല്ലേ. അപ്പോൾ ഈ കഥയിൽ നിന്ന് വ്യക്തമാക്കുന്നത് നമ്മൾ അഹങ്കാരം ഇല്ലാതെ വളരെ സ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറണം, അല്ലേ. പിന്നെയോ അതേപോലെ കുഞ്ഞുങ്ങളുടെ ഒപ്പമാണ് ഈശ്വരൻ. അപ്പോൾ ഈ കുട്ടികൾ ഈശ്വരൻ്റെ സാക്ഷാൽ സ്വരൂപമാണ്. ഇതൊക്കെയാണ് നമുക്ക് ഈ കഥയിലൂടെ സായി പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇത് ജയശങ്കർ പ്രസാദ് എഴുതിയ കഥയാണ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മിസ് തരും, അത് നിങ്ങളെല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. അതേപോലെ കഴിഞ്ഞ ലെസൻ്റെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച ലെസൺ ഉണ്ട് പ്രിയതം. ഈ ലെസൻ്റെ UT മിസ് നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം ഒരു 8 മണിക്ക് UT ഉണ്ടാവും. അപ്പോൾ എല്ലാവരും റെഡി ആയിരിക്കുക. പ്രിയതം എന്നുള്ള ആ കവിത ഫുള്ള് ഒന്ന് പഠിച്ചു വെക്കുക. കവിത എന്ന് പറഞ്ഞാൽ കവിത ഫുൾ ബൈ ഹാർട്ട് പഠിക്കാനല്ല, ആ കവിതയുടെ എല്ലാം ക്വസ്റ്റ്യൻ ആൻസേഴ്സും എക്സസൈസും ഒക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, നമഃ ശിവായ.